ഹലോ ഗായ്സ്, അപ്പം നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. എന്തിനാന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് ചോറ് പൊതിഞ്ഞുകൊണ്ട് പോയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. അല്ല, ചോറ് തിന്നാൻ വേണ്ടി മാത്രമാണ് നമ്മളൊരു സ്ഥലം വരെ പോണത് അല്ലേ? ഇവര് കൊതിയുടെ പുറത്ത് നമ്മൾ കണ്ട് ചോറൊക്കെ പൊതിഞ്ഞ് സൺസ്ക്രീൻ എൻ്റെ ഇതിന് പറ്റിയതല്ല, ഫേസിന് പറ്റിയതല്ല ഗൈസ്. ഭയങ്കര ഓയിലി ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചോറൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പോവും. ഇപ്പം തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 2.5 മണിക്കൂറത്തെ യാത്രയാണ് ഉള്ളത് ഗായ്. നമ്മൾ പൊന്മുടിയുടെ ഹൈ റേഞ്ച് കയറാൻ പോവുകയാണ് ഗൈസ്. ആരാണെന്ന് കണ്ടു ഗായ്. സൂപ്പറിട്ടി നമ്മൾ പൊന്മുടിയിൽ ഇവിടെ ഒരു ചായക്കടയിൽ നിന്ന് ഇറങ്ങി ചായ കുടിക്കാൻ. അങ്ങനെ ഗൈസ്, നമ്മളാണ് പൊന്മുടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മലയുടെ മണ്ടയിലോട്ട് കയറുവാണ് കേട്ടോ, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബബുലുവിൻ്റെ ഒരു ആഗ്രഹപ്പുറത്താണ് നമ്മൾ പൊന്മുടിയിലെത്തിയത്. ഞാൻ പണ്ട് കുഞ്ഞിലെ എങ്ങാണ്ട് ഒരു വട്ടം പോയിട്ടേ ഉള്ളൂ, പിന്നെ ഞാൻ പോയിട്ടൊന്നുമില്ലായിരുന്നു പൊന്മുടിയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ മലയുടെ മണ്ടയിലൊരു സ്ഥലമൊക്കെ ഉറപ്പിച്ചിട്ട് ഞങ്ങൾ താണ്ട് അവിടെ ഈ വ്യൂവും കണ്ടിരുന്ന് ഫുഡ് കഴിക്കണം ഗൈസ്. അത് വല്ലാത്തൊരു ഫീലാണ്, ഇങ്ങനെ ചോറൊക്കെ പൊതിഞ്ഞ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ചെറിയൊരു വെയിലുണ്ട്, പക്ഷെ വെയിലൊന്നും അറിയാൻ പോലും പറ്റുന്നില്ല. വെട്ടം മാത്രമുണ്ട്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇതാണ് ഞങ്ങൾ കൊണ്ടുവന്ന ചോറ്. നമ്മൾ കഴിക്കാൻ പോവാണ്. വെയിൽ നമ്മളെ ഇവിടെയൊക്കെ എന്ത് ചൂടാണ്, പക്ഷെ അവിടെ ഇപ്പോൾ ചൂടെന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു പൊന്മുടിയിൽ. പക്ഷേ പണ്ടത്തെ അത്ര ക്ലൈമറ്റ് അല്ലെങ്കിലും നല്ല തണുപ്പുണ്ട്. നമ്മളെ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ പൊന്മുടിയിൽ അടിപൊളി ക്ലൈമറ്റാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. നല്ല സുഖമായിട്ട് ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റും. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരാനേ തോന്നിയില്ലായിരുന്നു. നമ്മൾ നടക്കുകയാണ് ഇപ്പം. എന്തൊരു സുഖമാണെന്ന് അറിയാം. ഈ ഒരു ചൂട് സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ. പിന്നെ ബാക്കത്ത് വ്യൂ ഉണ്ട്. മഴ വരാൻ പോകും. കുറെ നേരം കൊണ്ട് വരാണ്, പക്ഷെ ഇതുവരെ വന്നില്ല. അങ്ങോട്ട് പോകണം, മഴ ഇങ്ങോട്ട് വരാം. മഴ കൊല്ലത്തോട്ട് പോവുകയാണ്. നമ്മൾ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവിടെ ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ചെറിയ ടവർ പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറാമെന്നും പറഞ്ഞ് പോവുകയാണ്. നല്ല രീതിക്കുള്ള ഹൈറ്റിലുള്ളൊരു കുന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മാമിയും നമ്മളെല്ലാവരും കയറുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴായിരുന്നു ഗൈസ് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നത്. അത് ഫുള്ളി ക്ലോസ്ഡ് ആയിരുന്നു. അവരെന്തൊക്കെയോ എടുത്ത് വെച്ച് അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കയറാൻ പറ്റില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അവിടെ വന്നപ്പോഴത്തേക്കും ഒരു രസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ദിവസം ഒന്ന് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ അപ്പോഴേ ഇറങ്ങി. അപ്പോൾ തന്നെ സമയം നല്ല രീതിക്ക് ലേറ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോകും ഗൈസ്. ഇത് നോക്ക്, അത് ഫുൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല. അവിടെ കയറിയെങ്കിൽ അടിപൊളിയായിട്ട് ഫുള്ള് കാണാമായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഒരു വട്ടം പോകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.